സാ കൂട്ടണം അവധാനത, സാവധാനത എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ എന്നർത്ഥം. ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ വേഗത കുറയും, അത് മെല്ലെയാകും. അങ്ങനെയാണ് സാവധാനം എന്നുള്ള വാക്കിന് കാലക്രമത്തിൽ മെല്ലെ എന്നുള്ള അർത്ഥം വന്നത്. അപ്പൊ സാവധാനം വേണം പ്രദക്ഷിണം ചെയ്യാൻ. എത്ര സാവധാനം? ആസന്ന പ്രസവാനാരി തൈലപൂർണം യഥാഘടം വഹന്തീശന കുര്യാതി തഥാ കുര്യാത് പ്രദക്ഷിണം. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ തലയിൽ എണ്ണ നിറച്ച ഒരു കുടം വെച്ചു കൊടുത്തിട്ട് ഒരു തുള്ളി എണ്ണ പോലും തുളുമ്പിപ്പോകാതെ നടക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നടക്കുക, അത്രയും ശ്രദ്ധയോടെ, അത്രയും അവധാനതയോടെ, സ്വാഭാവികമായും അത്രയും മെല്ലെ വേണം പ്രദക്ഷിണം ചെയ്യാൻ. പ്രദക്ഷിണത്തിന് 4 ഘട്ടങ്ങളുണ്ട്. പദാൽ പദാന്തരം ഗച്ഛേത്, കരവ് ചലന വിവർജിതവും, സ്തുതിർവാചി, ഹൃദിധ്യാനം, ചതുരംഗം പ്രദക്ഷിണം. 4 അംഗങ്ങളോട് കൂടിയതാണ് പ്രദക്ഷിണം. ഏതൊക്കെ? ഒന്ന് കാല്, 2 കാലും 2 കൈയും നാവും. ഇതിനെയാണ് നമ്മൾ പഞ്ചപുച്ഛങ്ങൾ എന്ന് പറയുക. പഞ്ചപുച്ഛമടക്കി നിന്നു എന്നൊക്കെ പറയില്ലേ? പഞ്ചപുച്ഛമടക്കുക എന്ന് വെച്ചാൽ 2 കാലും 2 കൈയും നാവും നിയന്ത്രിക്കുക. അപ്പോൾ ആദ്യം 2 കാലുകൾ, പദാൽ പദാന്തരം ഗച്ഛേത്, ഒരു ചുവട് അടുത്ത ചുവട്, അങ്ങനെ മെല്ലെ മെല്ലെ ചുവടുകൾ വയ്ക്കുക. പദാത് പദാന്തരം ഗച്ഛേത്. 2 കരവും ചലന വിവർജിതവും, കൈകൾ അനാവശ്യമായി ചലിപ്പിക്കാതിരിക്കുക. തൊഴുകൈകളോടുകൂടിയാകാം, അല്ലെങ്കിലും കൈകൾ അനാവശ്യമായിട്ട് ചലിപ്പിക്കാതിരിക്കുക. അപ്പൊ 2 കൈകളും 2 കാലുകളുടെയും കാര്യം നിയന്ത്രിച്ചു. അടുത്തതോ നാവാണ്. പിന്നെ അടുത്ത പഞ്ചപുച്ഛത്തിൽ 5ാമത്തേത് സ്തുതിർവാചി, നാവ് കൊണ്ട് സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. നാമം ചൊല്ലിക്കൊണ്ട് വേണം അമ്പലത്തിലേക്ക് വരാൻ ആദ്യം പറഞ്ഞല്ലോ. അത് പ്രദക്ഷിണ വേളയിലും തുടരുക. സ്തുതിർവാചി, വാക്കുകൾ കൊണ്ട് ആ ദേവതയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ഇനി 4ാമത്തേതാണ് പ്രധാനം. എന്താണത്? ഹൃദിധ്യാനം, ഹൃദയത്തിൽ ധ്യാനിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു ദൈവം ആത്മനി പശ്യന്തി പ്രതിമാസൂന യോഗിന, യോഗികൾ ദൈവത്തെ ഹൃദയത്തിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ആ യോഗികളുടെ തലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ക്ഷേത്രം ചെയ്യുന്നത്. വാസ്തവത്തിൽ ക്ഷേത്രം നമ്മളെ സാധാരണക്കാരന്റെ തലത്തിൽ നിന്ന് യോഗിയുടെ തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൃദിധ്യാനം, ഇങ്ങനെ 4 അംഗങ്ങളോട് കൂടിയതാണ് പ്രദക്ഷിണം. പദാത് പദാന്തരം ഗച്ഛേത്, കരവ് ചലന വിവർജിതോ, സ്തുതിർവാചി, ഹൃദിധ്യാനം, ചതുരംഗം പ്രദക്ഷിണം. ഇനി പ്രദക്ഷിണം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി എത്ര പ്രദക്ഷിണം ചെയ്യണം? ഏകം വിനായകം കുര്യാത്, ദ്വേ സൂര്യ, ത്രീണി ശങ്കര, ചത്വാരി ദേവി വിഷ്ണു